ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമാ മിസ് ആണ്. മക്കളെ, നമുക്കിനി എന്താണ് സ്കൂൾ തുറക്കാൻ ഇനി ഇത്ര ദിവസം കൂടെ ഉള്ളൂ. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമുക്കിനി ഉള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വെറും പാഠപുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ പോരായി. അതിനു മുമ്പ് നിങ്ങൾ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് കൂടി നിങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. യെസ്, സോഷ്യൽ സയൻസ് വിത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ്. അല്ലെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ ചെയ്യണം? നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ആസ് എ സോഷ്യൽ സയൻസ് സ്റ്റുഡന്റ്, ഓക്കെ, നിങ്ങൾ 4ാം ക്ലാസ് കഴിഞ്ഞു അല്ലേ? 4ാം ക്ലാസ് കഴിഞ്ഞു. അതിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് സോഷ്യൽ സ്റ്റഡീസോ സോഷ്യൽ സയൻസ് പഠിക്കാനില്ലായിരുന്നു. പക്ഷെ 5ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു സബ്ജക്റ്റ് ആയിട്ട് സോഷ്യൽ സയൻസ് ഉണ്ട് അല്ലെ. അപ്പൊ സോഷ്യൽ സയൻസിനോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ട നിങ്ങളൊരു നല്ലൊരു പൗരനായി മാറുക, സമൂഹത്തിന് ഉതകുന്ന നല്ലൊരു പൗരനായി മാറുക എന്നതും കൂടിയാണ് സോഷ്യൽ സയൻസ് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നോക്കിയാലോ. നിങ്ങൾ ആദ്യം ചെയ്യുന്നതാണ് റെസ്പെക്ടിങ് പാരന്റ്സ് ആൻഡ് അതേഴ്സ്. നമ്മുടെ പാരന്റ്സിനാണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ റെസ്പെക്ട് ചെയ്യണം, നന്നായിട്ട് ബഹുമാനിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിൽ, നിങ്ങളുടെ സമപ്രായക്കാരായ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ പാരന്റ്സിനെയും മുതിർന്നവരെയും പ്രായമായ ആൾക്കാരെ മാത്രമല്ല നമ്മൾ ബഹുമാനിക്കേണ്ടത്, നമ്മുടെ ഏജിനുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരെ നമ്മൾ അവർക്ക് അവരുടേതായുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, മറ്റൊന്നെന്താണ്? ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഒരു സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ട ഒന്നാണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. എല്ലാവരെയും സഹായിക്കുക എന്നുള്ളത് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക, അവർ വീണാണെങ്കിൽ അവരെ ജസ്റ്റ് തോളോട് തോൾ ചേർത്ത് എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് ചായ കൊടുക്കുക. ഏതെങ്കിലും അച്ചച്ചന്മാരെന്താണ് വലിയ കവറൊക്കെ തൂക്കി പോവാണെങ്കിൽ അച്ചച്ചാ ഞങ്ങളും കൂടി കുറച്ച് കവർ പിടിച്ച് സഹായിക്കാം. അതൊക്കെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ലെ. അങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിലൊക്കെ ക്ലീൻ ചെയ്യുക അല്ലെ, അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ സഹായിക്കുക. ഇതൊക്കെ നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം. മറ്റൊന്ന് ഷെയറിംഗ് മെന്റാലിറ്റി. നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളത് ഷെയർ ചെയ്യാൻ പഠിക്കുക അല്ലെ. ഇല്ലാത്തവന് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ പോലും നിങ്ങൾ അവന് പെണ്ണില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫുഡ് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാം. അതായത് നമ്മുടെ നോളജ്, നമ്മുടെ അറിവ് വരെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി എൻ്റെ മക്കൾക്ക് ഉണ്ടാവണം. ഓക്കെ, മറ്റൊന്ന് ഫാമിംഗ് ആൻഡ് പ്ലാന്റിങ് ട്രീസ്. അല്ലെ, നമ്മുടെ നാച്ചുറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത് നമ്മുടെ കടമയല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ അല്ലെ, പ്ലാന്റ്സും ട്രീസും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുക, അല്ലെ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ ഫാം ചെയ്യുക എന്നൊക്കെ പറയാം. ഓക്കെ, മറ്റൊന്ന് നിങ്ങൾക്കൊരു പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടേണ്ട കുറച്ച് അവകാശങ്ങളോട് മിസ് പറഞ്ഞുതരാം. ഓക്കെ, 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മൗലിക അവകാശങ്ങൾ നമുക്ക് നമ്മുടെ ഭരണഘടന നൽകിയിട്ടുണ്ട്. അത് ഏതൊക്കെയാ നോക്കിയാലോ. യെസ്, അതിനു മുമ്പ് ക്ലീനിങ് കൂടി നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്താണ് ഈ മൗലിക അവകാശം നോക്കിയാലോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാ നോക്കിയാലോ. യെസ്, റൈറ്റ് ടു ഈക്വാലിറ്റി. നമുക്ക് സമത്വത്തിനുള്ള അവകാശമുണ്ട്. എല്ലാത്തിനുള്ള തുല്യ നീതി അല്ലെ. എല്ലാത്തിനും മുമ്പിൽ സമന്മാരാണ്. സമത്വത്തിനുള്ള അവകാശമുണ്ട്. മറ്റൊന്നെന്താണ്? റൈറ്റ് ടു ഫ്രീഡം. നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം, ഇഷ്ടമുള്ള സംഘടനകൾ രൂപീകരിക്കാം. എല്ലാത്തിനുള്ള ഫ്രീഡം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നത്. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് 18 വയസ്സായ കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. മറ്റൊന്ന് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണത്തിന് എതിരെയുള്ള അവകാശം കൂടി നിങ്ങൾക്കുണ്ട്. എന്താ ഈ ചൂഷണത്തിനെതിരെ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ബാലവേല, അങ്ങനെ മനുഷ്യനെ വിൽപ്പന ചിരക്കാക്കുക, ചെറിയ മക്കളെ ഫാക്ടറികളിലൊക്കെ ജോലി എടുപ്പിക്കുക, അതൊക്കെ അതിനെതിരെയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്നൊക്കെ പറയുന്നത്. മറ്റൊന്ന് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. നമുക്ക് ഇഷ്ടമുള്ള മതസ്വാതന്ത്ര്യ അവകാശം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള റൈറ്റ് ഉണ്ട്. സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ അഥവാ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഉണ്ട്. ലാസ്റ്റ് വൺ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതായത് മേൽപ്പറഞ്ഞ 5 നിങ്ങൾക്ക് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലേ, അതായത് സമൂഹത്തിന് ഒതുങ്ങുന്ന നല്ലൊരു വ്യക്തിയാവാൻ വേണ്ടി നിങ്ങൾ ആദ്യം ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പാഠഭാഗങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണ്ടേ. അപ്പൊ ഇനിയും മക്കള് നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് സീറ്റ് മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്ററും സെറ്റായി പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. ബൈ.